അപ്പോൾ നിലവിൽ നമ്മുടെ വീക്കിലിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞതാണ്, മാർക്കറ്റിൽ 49,000 ഒരു ലിക്വിഡിറ്റി സോണാണ്. ഈ ഒരു സോൺ, നമ്മൾ ഈ കാണുന്ന അതിന് താഴെ കാണുന്ന ഈ ഒരു സോൺ മാർക്കറ്റിൻ്റെ പഴയ ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ റിയാക്ട് ചെയ്യും. നമ്മുടെ എക്സാക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സോൺ വരെയാണ്. മാർക്കറ്റ് ഏകദേശം 38,000 വരെ വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു വീക്ക്ലി മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും കഴിഞ്ഞൊരു വീക്കിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ബിറ്റ്കോയിൻ എടുത്തു കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മുടെ വ്യൂ നിലവിൽ വീക്ക്ലിയിൽ മാർക്കറ്റ് ബിയറിഷ് ആണ്. അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് മാർക്കറ്റ് വ്യൂ ബിയറിഷ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പ്ലാനുകൾ ഓൾറെഡി ഷോർട്ട് സൈഡ് തന്നെ അല്ലെങ്കിൽ സെൽ സൈഡ് തന്നെ ആയിരിക്കും നമ്മൾ ഓൾറെഡി പ്ലാൻസുകൾ ഓൾറെഡി എടുക്കാറുള്ളത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് കഴിഞ്ഞ വീക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിനെ പറ്റി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് എക്സാക്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റിയൊക്കെ ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് ഓൾറെഡി കളക്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് മാർക്കറ്റ് തന്നിരിക്കുകയാണ്. മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡിറ്റി സോൺ വരെയാണ്. മാർക്കറ്റിൽ 67,250 റേഞ്ചിലുള്ള ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തപ്പോൾ നമ്മളൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇവിടുന്ന് വന്ന മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു ശേഷം ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും എന്നാണ് നമ്മളോട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഈ കഴിഞ്ഞൊരു വീക്ക് കൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബൈയിങ് അഗ്രസീവ് അല്ല, മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ അഗ്രസീവ് അല്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു വീക്ക് ചെറിയൊരു മൊമെൻറ്റം മാത്രമേ നടത്തുള്ളൂ. ഏകദേശം നിങ്ങൾ പോയിന്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മാർക്കറ്റിൽ 3,000 പോയിന്റിനടുത്ത് മാത്രമേ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുള്ളൂ. ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടിയാൽ പോരാ. അത്യാവശ്യം നല്ലൊരു ബൈയിങ്നെസ് അല്ലെങ്കിൽ ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി കളക്ട് ചെയ്യാനാണ്. 67,100 അല്ലെങ്കിൽ 200 റേഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാർക്കറ്റ് ഇവിടെ ഒരു അഗ്രസീവ്നെസ് ബൈയിങ്നെസ് ഇല്ല. മാർക്കറ്റ് എന്ത് ചെയ്യാം, അപ്പോൾ നെക്സ്റ്റ് വീക്കുകളിൽ തന്നെ മാർക്കറ്റ് ചിലപ്പോൾ മേ ബി ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സോൺ, സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടൈം ഫ്രെയിമിൽ സപ്ലൈ സോണാണ്. മാർക്കറ്റ് ഒരു തവണ ഇവിടത്തേക്ക് വന്നപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് വന്നപ്പോൾ തന്നെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഓൾറെഡി കാണിച്ചതാണ്. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലിക്വിഡ് മേ ബി എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്യാം. അപ്പം ഈ രണ്ട് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് ഇവിടുന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവാം. അതും അല്ലെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് തന്നെ താഴത്തേക്ക് വരും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയറിഷിയാണ്. താഴെ ഒരുപാട് ലിക്വിഡിറ്റി എടുക്കാനുണ്ടായതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു ബൈയിങ്നെസ് ഒന്നും പിടിക്കാതെ പക്ഷേ നമ്മൾ ഈ ഒരു സോണിൽ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി സോൺ അല്ലെങ്കിൽ ഈ ഒരു ഡേ സപ്ലൈ സോണിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ബാക്കി ട്രേഡ്സുകൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ വീക്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞതാണ്, മാർക്കറ്റിൽ 49,000 ഒരു ലിക്വിഡിറ്റി സോണാണ്. ഈ ഒരു സോൺ, നമ്മൾ ഈ കാണുന്ന അതിന് താഴെ കാണുന്ന ഈ ഒരു സോൺ മാർക്കറ്റിൻ്റെ പഴയ ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ റിയാക്ട് ചെയ്യും. നമ്മുടെ എക്സാക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സോൺ വരെയാണ്. മാർക്കറ്റ് ഏകദേശം 38,000 വരെ വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള ചെറിയ പുൾ ബാക്കുകളും നമ്മൾ ബൈയിങ്നെസ് ആയിട്ട് ഓൾറെഡി കാണണ്ട. മാർക്കറ്റ് ഇവിടുന്ന് ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്തൊരു ഫ്യൂവൽ മാത്രമായി മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, അഗ്രസീവായിട്ട് താഴത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മുടെ വ്യൂ. ഈ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന 36 റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അഗ്രസീവ്നെസ് ബൈയിങ് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കിട്ടിയാൽ നമ്മൾ സ്വിങ് എന്ന രീതിയിൽ തന്നെ വലിയ എമൗണ്ടുകൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. ഈ അടുത്ത ഓൾ ടൈം ഹൈ വരെ ആയിരിക്കും നമ്മൾ പിന്നീട് ആ ഒരു ട്രേഡ്സ് ഇവിടുന്ന് നമ്മൾ എടുക്കുന്ന ഈ ട്രേഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ വീക്കിലുള്ള വ്യൂ നമ്മുടെ ഇതാണ്. അപ്പോൾ എന്തായാലും സ്റ്റിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ വരുന്ന വീക്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഏരിയയിൽ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും നോക്കാം. അതിനുശേഷം നമുക്ക് ഈ റേഞ്ചിൽ ട്രേഡ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്ക് ട്രേഡ്സുകൾ ഓൾറെഡി നമ്മുടെ പ്രീമിയം ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ പ്രീമിയം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ പറഞ്ഞ വ്യൂവിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു വീക്കിലി അനാലിസിസുമായി നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.